Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്നറിയോ? കപ്പയും വരാല് കറിയുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച അതേ വരാല് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അടുത്ത ദിവസം ഉണ്ടാക്കിയ വീഡിയോ ആണേ. അപ്പോൾ നല്ല കിട്ടിലും കപ്പയും വരാല് കറിയും. അപ്പോൾ നമ്മൾ കപ്പ ഏകദേശം തീർക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മീൻ വെട്ടണമല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ ഏട്ടനാണ് കേട്ടോ. കാരണം ഏട്ടന് ഇത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് വെട്ടിത്തീരും. വരാലായതുകൊണ്ട് ഇച്ചിരി ടഫാണ്. തുണിയൊക്കെ പിടിച്ചിങ്ങനെ തോലൊക്കെ വലിച്ചെടുക്കണം. അപ്പം ഞാൻ ആ സമയത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വേണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അതങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്തായിരുന്നു അവിടെ മീൻ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കറി വെക്കാം. അപ്പോൾ കപ്പ അവിടെ കുക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഇതും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു മീനേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കപ്പ ഉണ്ടാക്കിയത്. ചോറിൻ്റെ കൂടെ എടുക്കാനുള്ളത് കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ ഉള്ളി. അതിപ്പോൾ മെയിൻ ആണല്ലോ. പിന്നെ ഇനി നമുക്ക് വേണ്ട മെയിൻ സാധനം എന്താണ്? വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിനകത്തോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉലുവ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് മെയിനായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് നല്ല രീതിയിൽ സെറ്റായിട്ടൊന്ന് വരണേ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം കരിയണ്ട, തീ ഒന്ന് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് മതി. വളരെ കുറച്ച് കറിവേപ്പില ഇപ്പം ഇട്ടാൽ മതി. കാരണം കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വരണേ. കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരണം. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി കരിയും വേണ്ട. അപ്പോൾ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റായി ഉള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ആപ്പാട് ഒരു വരാലല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇത് തന്നെ കൂടുതലായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഉള്ളി ഇനി നല്ല പോലെ ഒന്ന് വരണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്നും കരിയാൻ പാടില്ല. ഇവിടെ ആയിരുന്നു പ്രത്യേകിച്ച് ഒരു സാധനം ഇങ്ങനെ കരിഞ്ഞ് കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം മാക്സിമം ക്ഷമയോടെ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇടാം. കാരണം ഇത് കാശ്മീരിയാണ്. നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ഒരു 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് കാശ്മീരി മാത്രമേ ഇടുന്നുള്ളൂ. കാരണം ഞങ്ങളിത് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ മല്ലിപ്പൊടി 2 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലപോലെ കരിയാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ അത്യാവശ്യം ഉള്ള എണ്ണയിൽ തന്നെ നല്ലപോലെ കരിയാണ്ട് കുറച്ച് നേരം ആ ഒരു പച്ച മണമൊക്കെ മാറി ഒന്ന് സെറ്റ് ആവുന്നവരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ എപ്പോഴും കുറച്ച് ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒറ്റയടിക്കാൻ ഇതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തീ എപ്പോഴും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 തണ്ടോളം കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി പുളി വേണ്ടവർക്ക് ഒത്തിരി ഇടാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മെയിൻ സാധനം ഇട്ടില്ല, സത്യത്തിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ആയിക്കോളും. അപ്പോൾ ഉപ്പിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം കുറച്ചുകൂടെ പറ്റി വന്നു കഴിഞ്ഞാൽ കറി സെറ്റായിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം തുറന്നാണെങ്കിൽ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയും വരാല് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയത്തില്ല. അപ്പോൾ കിടിലനായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഏട്ടനുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കൊടുത്ത് നോക്കാം കേട്ടോ. കാരണം ഇവിടെ എന്താണെങ്കിലും ഏട്ടൻ പറയുന്നത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഏട്ടൻ എന്ത് കുഴപ്പമുണ്ടെങ്കിലും അപ്പം കുറ്റം പറയുന്ന ആളാണ്. ഒരു ചെറിയ കാര്യം പോലും വിടാണ്ട് കുറ്റം പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളി എങ്ങനെ ഉണ്ടെന്ന് പറയാണ്ട് നമുക്ക് സമാധാനം വരത്തില്ല. ഇത് വേവണം. അത് കപ്പ അങ്ങനത്തെ കപ്പയായിരുന്നു. ബാക്കിയൊക്കെ ഒരു രക്ഷയില്ല. കറി ഒരു രക്ഷയില്ല. കറി അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവുണ്ട്. ഇങ്ങനെയാണ് വരാലേറെ വെക്കാൻ. എരിവ് വേണമല്ലോ. ഇത് വേണം. ഇങ്ങനെയാണ് വരാലേറെ വെക്കാൻ. ചാപ്പിലൊക്കെ ടേസ്റ്റ് ഉണ്ട്. മമ്മി എടുത്ത് കഴിക്കും. വരാലി കൈ ഒട്ടി പിടിക്കും. മമ്മി കഴിയും. വരാല് കഴിയും. വരാൽ ഇത് അഴിച്ചു കൊടുത്തു. എടുത്തടി. ഇത് വരാലെടുത്തടി. വരാലെടുത്തു. ഉമ്മമ്മ എടുത്ത് കഴിക്കും. ഉമ്മമ്മ കഴിക്കും. ഉമ്മമ്മി അപ്പോൾ ഗൈസ് കപ്പയും വരാല് കറി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.